ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ. IPL താരലലം അടുത്തു വരികയാണ്. അപ്പോൾ IPL താരലലത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ടാർഗറ്റ് ചെയ്യാൻ പോകുന്ന ചില പ്രധാനപ്പെട്ട താരങ്ങളെ നമുക്കൊന്ന് പരിശോധിക്കാം. നേരത്തെ RCB, MI തുടങ്ങിയ ഫ്രാഞ്ചൈസികൾ ടാർഗറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ലക്ഷ്യം വെക്കുന്ന ചില താരങ്ങളുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇപ്പോൾ എത്തിയിട്ടുള്ളത് കഴിഞ്ഞ IPL കിരീടമുയർത്തിയ KKRൻ്റെ ടാർഗറ്റ് പ്ലെയേഴ്സ് ആരൊക്കെയായിരിക്കും എന്നതാണ്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് കൂടുതൽ കായിക വാർത്തകൾക്ക് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. IPL ചാമ്പ്യന്മാരായിട്ടുള്ള KKR കഴിഞ്ഞ സീസണിലായിരുന്നു അവർ തങ്ങളുടെ ഹാട്രിക് IPL കിരീടം കുറിച്ചത്. സോ ഇത്തവണ IPL താരലത്തെ സംബന്ധിച്ചുള്ള BCCI IPL ഫ്രാഞ്ചൈസി ഓണേഴ്സുമായി നടത്തിയ മീറ്റിങ്ങിൽ ഒരു മിനി ഓപ്ഷൻ സജസ്റ്റ് ചെയ്ത രണ്ട് ടീമുകളിൽ ഒന്നായിരുന്നു KKR. സ്വാഭാവികം, കാരണം കപ്പ് നേടിയ ടീമിനെ സംബന്ധിച്ച് വളരെ മികച്ച പ്ലെയേഴ്സ് അവരുടെ സ്ക്വാഡിലുണ്ട്. സോ പെട്ടെന്നൊരു സീസണിൽ മാക്സിമം 3 to 4 പ്ലെയേഴ്സിനെ മാത്രം റീറ്റെയിൻ ചെയ്തുകൊണ്ട് ബാക്കിയുള്ള പ്ലെയേഴ്സിനെ എല്ലാം റിലീസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഒരു വിന്നിംഗ് മൊമെൻറ്റം നഷ്ടപ്പെട്ടേക്കും. അതിനാൽ തന്നെ മിനി ഓപ്ഷൻ സജസ്റ്റ് ചെയ്ത ഒരു ഫ്രാഞ്ചൈസി ആയിരുന്നു KKR. പക്ഷേ മെഗാ ഓപ്ഷൻ തന്നെയാണ് നടക്കാൻ പോകുന്നത്. മാക്സിമം 3 to 4 അല്ലെങ്കിൽ 5 to 6 പ്ലെയേഴ്സിനായിരിക്കും ഒരു ഫ്രാഞ്ചൈസിക്ക് റീറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നത്. സോ അതിനാൽ തന്നെ KKRൻ്റെ പ്ലാനിൽ വമ്പൻ മാറ്റങ്ങൾ നടത്തേണ്ടതുണ്ട്. സോ KKR IPL താരലലത്തിൽ ടാർഗറ്റ് ചെയ്യാൻ പോകുന്ന 3 പ്രധാനപ്പെട്ട താരങ്ങളെ നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ താരം സ്വാഭാവികമാണ്, എല്ലാ ടീമുകളും നേരത്തെ ഒരുപോലെ ടാർഗറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ രോഹിത് ശർമ്മ തന്നെയാണ്. കാരണം മുംബൈ ഇന്ത്യൻസിൽ അദ്ദേഹത്തിൻ്റെ ഭാവി എന്താണെന്ന് ഇതുവരെയും ഒരു വ്യക്തത വന്നിട്ടില്ല. മുംബൈ ഇന്ത്യൻസ് അദ്ദേഹത്തെ രോഹിത് മുംബൈ വിടുമോ അല്ലെങ്കിൽ മുംബൈയുടെ ആഗ്രഹപ്രകാരം രോഹിത് മുംബൈയിൽ തുടരുമോ ഇല്ലയോ കാര്യത്തിലൊരു അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. സ്വാഭാവികമായിട്ടും രോഹിത്തിന് പുറമെ ടീമുകളെല്ലാം ഉണ്ട്. അതിലൊരു ടീം തന്നെയാണ് KKR. സോ KKRൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ക്യാപ്റ്റൻ കൂടിയായിട്ടുള്ള രോഹിത് ശർമ്മ തന്നെയാണ്. നമുക്കറിയാം, നേരത്തെ ശ്രേയസ് അയ്യർ അവർക്ക് കഴിഞ്ഞ സീസണിൽ കപ്പ് നേടിക്കൊടുത്ത ശ്രേയസ് അയ്യരെ അവർ നിലനിർത്തില്ല എന്നൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെയാണെങ്കിൽ ശ്രേയസ് അയ്യരെ റിലീസ് ചെയ്യുകയാണെങ്കിൽ രോഹിത് ശർമ്മയെ കൊണ്ടുവരികയാണെങ്കിൽ അവരെ സംബന്ധിച്ച് ഓപ്പണിങ്ങിൽ ഒരു മികച്ച ചോയ്സാണ് രോഹിത് ശർമ്മ. അതോടൊപ്പം തന്നെ ക്യാപ്റ്റൻസി കൂടി അദ്ദേഹത്തിന് നൽകാൻ KKRന് സാധിക്കും. സോ അതിനാൽ തന്നെ രോഹിത് ശർമ്മയാണ് KKRൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് പ്ലെയർ. KKRൻ്റെ അടുത്ത ടാർഗറ്റ് പ്ലെയർ എന്ന് പറയുന്നത് നേരത്തെ ഒരു സ്വാപ്പ് ഡീലിന് KKR ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം, മുംബൈ ഇന്ത്യൻസിൽ നിന്നും സൂര്യകുമാർ യാദവിനെ കൊണ്ടുവന്നിട്ട് പകരം അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള ശ്രേയസ് അയ്യരെ അങ്ങോട്ട് നൽകാനുള്ള ഒരു ഡീലിന് KKR ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ മുംബൈ ഇന്ത്യൻസ് അത് നിരസിച്ചു എന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് പുറത്തു വന്ന റിപ്പോർട്ട്. പക്ഷേ എന്നിരുന്നാലും സൂര്യകുമാർ യാദവിനെ, ഇന്ത്യയുടെ നിലവിലത്തെ വൈറ്റ് ബോൾ ക്യാപ്റ്റനായിട്ടുള്ള സൂര്യകുമാർ യാദവിനെ അവരുടെ പഴയ താരമായിട്ടുള്ള KKR 2 തവണ IPL കിരീടം ഉയർത്തിയപ്പോഴും 2014-ലും 2016-ലും KKR 2012-ലും 2014-ലും IPL കിരീടം നേടിയ KKR ടീമിൽ അംഗമായിരുന്ന സൂര്യകുമാർ യാദവിനെ കൊണ്ടുവരാൻ KKR ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ ആ ഡീല് നടക്കാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. അതോടൊപ്പം തന്നെ MI സൂര്യകുമാർ യാദവിനെ റിലീസ് ചെയ്യില്ല എന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് പുറത്തു വരുന്ന അപ്ഡേറ്റ്. പക്ഷേ KKR വമ്പൻ ഓഫറുമായി താരത്തിന് പിന്നാലെ ഉണ്ട്. KKRൻ്റെ അവസാന ടാർഗറ്റ് പ്ലെയർ എന്ന് പറയുന്നത് KL രാഹുലാണ്. നമുക്കറിയാം, KL രാഹുലിനെ ഒരു പ്രോബബിൾ ടാർഗറ്റ് മാത്രമാണ് KL. കാരണം LSG വിടുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രിക്കറ്റ് പ്ലെയർ സ്വാഭാവികമായിട്ടും എല്ലാ ടീമുകളും ഒരു ടാർഗറ്റ് പ്ലെയറായിട്ട് കണക്കുകൊണ്ടു. അങ്ങനെയാണെങ്കിൽ KKRും അദ്ദേഹത്തിന് പിന്നാലെ ഉണ്ട് നമുക്കെന്ന് കരുതാം. ഇനി KKRൻ്റെ ടാർഗറ്റ് ലിസ്റ്റിലേക്ക് വരുവാണെങ്കിൽ കഴിഞ്ഞ സീസണിൽ KKRൻ്റെ സ്കോഡ് നമുക്കൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ മിച്ചൽ സ്റ്റാർക്കിനെ പോലെ ഒരു വളരെ എക്സ്പീരിയൻസ്ഡ് പേസ് ബോളർ അവരുടെ കൂടാരത്തിലുണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യൻ പേസേഴ്സിലേക്ക് വരുവാണെങ്കിൽ അന്ന് പലവട്ടം ചർച്ച ചെയ്ത ഒരു ഫാക്ടറി തന്നെയായിരുന്നു. എല്ലാം യുവ പ്ലെയേഴ്സ് ആയിരുന്നു അവരുടെ പേസ് ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ അണിനിരുന്നത്. നമുക്കറിയാം, ഹർഷിത് റാണ, വൈഭവ് അറോറ തുടങ്ങിയ യങ് പേസ് ബോളേഴ്സ് ആയിരുന്നു. എക്സ്പീരിയൻസ്ഡ് കാര്യമായിട്ടില്ലാത്ത യങ് പ്ലെയേഴ്സ് ആയിരുന്നു അവരുടെ പേസ് ബോളിങ്ങിൽ കളിച്ചത്. പക്ഷേ വളരെ മികച്ച പ്രകടനമായിരുന്നു ഈ യുവ പേസ് ബോളർമാർ കഴിഞ്ഞ സീസണിൽ KKRന് വേണ്ടി കാഴ്ചവെച്ചപ്പോൾ ഇത്തവണ താരലത്തിലേക്ക് വരുമ്പോൾ KKRനെ സംബന്ധിച്ച് ഒരു മികച്ച എക്സ്പീരിയൻസ്ഡിലുള്ള ഇന്ത്യൻ ക്രിക്കറ്റിൽ വളരെയധികം പരിചയസമ്പത്തുള്ള ഒരു പേസ് ബോളറെ അവർ ടാർഗറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.